ബ്ലാസ്റ്റേഴ്സിന്റെ അവസ്ഥ തേഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിലും ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ അവസ്ഥ പുരോഗതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് സന്തോഷം നൽകുന്ന കാര്യമാണ്. വിവിധ ഏജ് കാറ്റഗറികളിലായിട്ട് ഇന്ത്യൻ ഫുട്ബോൾ ടീം മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ മിനർവ പഞ്ചാബിന്റെ അക്കാദമി ടീം ലിവർപൂളിന്റെ അക്കാദമി ടീമിനെ 6-0 തോൽപ്പിച്ച കാലം വരെ നമ്മുടെ അടുത്തിടയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. അതിനകത്തെല്ലാം നമുക്ക് സന്തോഷമുണ്ട്. ഇന്റർനാഷണൽ ഫുട്ബോൾ ടീം നടത്തുന്ന പ്രകടനങ്ങളിൽ നമ്മൾ സംപ്രീതരാണ്. ഇനി പറയാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ യൂണിറ്റി കപ്പിൽ പങ്കെടുക്കാൻ പോകുന്ന കാര്യം ഓൾറെഡി വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതും ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് തങ്ങളുടെ കരുത്ത് തെളിയിക്കാൻ കിട്ടുന്ന വളരെ വലിയൊരു വേദിയും റാങ്കിങ്ങിൽ മുന്നേറ്റം ഉണ്ടാക്കാനുള്ള അവസരമാണ്. ഇതിന് പുറമെ നമ്മൾ അന്താരാഷ്ട്ര സൗഹൃദ മത്സരങ്ങളിൽ കൂടി കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് ഇന്ത്യൻ ഫുട്ബോൾ ആരാധകൻ എന്ന നിലയിൽ നമുക്ക് സന്തോഷം നൽകുന്നുണ്ട്. ജൂണിൽ വരാൻ പോകുന്ന ഇന്റർനാഷണൽ വിൻഡോയിൽ ഇന്ത്യൻ നാഷണൽ ഫുട്ബോൾ ടീം ഫിഫ റാങ്കിങ്ങിൽ 88ാം സ്ഥാനത്തുള്ള ഉഗാണ്ടയോട് കളിക്കാൻ പോകുന്നുണ്ട് എന്നാണ് അറിയുന്നത്. 2 മത്സരങ്ങളെങ്കിലും ഇന്ത്യ ഉഗാണ്ടയുമായിട്ട് കളിക്കുന്നുണ്ട് എന്ന് കേൾക്കുമ്പോൾ ഇത്തിരി സന്തോഷമുണ്ട്. മേ ബി മറ്റൊരു ഓപ്പോണന്റിനെ കൂടി സംഘടിപ്പിക്കാനുള്ള നീക്കത്തിലുണ്ട്. ഏതായാലും ഉഗാണ്ടയുമായിട്ട് നമ്മളൊരു മത്സരം കളിക്കുന്നുണ്ട്. യൂണിറ്റി കപ്പിന് മുന്നേ ആയിരിക്കും ഈ ഒരു മത്സരം നടക്കാൻ പോവുക. മൊത്തത്തിൽ നോക്കുമ്പോൾ വൈകി തന്നെ ഹാപ്പിനെസ് ഉണ്ട് ഈ ഒരു കാര്യത്തിൽ, നമ്മളുടെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ ചെറിയ തോതിലെങ്കിലുമുള്ള പുരോഗതിയിൽ.